ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ വ്യോമതാവളങ്ങളും ഇന്ത്യ തകർത്തതോടെ വെടിനിർത്തലിനെ അഭ്യർത്ഥിച്ചുവെന്ന് പാകിസ്ഥാന്റെ വെളിപ്പെടുത്തൽ. പാക് ഉപപ്രധാനമന്ത്രി ഇസ്ഹാഖ് ദറാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ടെലിവിഷൻ ചാനൽ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ തിരിച്ചടിയിൽ നടുങ്ങിയ പാകിസ്ഥാൻ വെടിനിർത്തലിനായി സമീപിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സൈന്യവും നേരത്തെ തന്നെ വിശദീകരിച്ചിരുന്നു. റാവൽപിണ്ടിയിലെ നൂർഗാൻ വിമാനത്താവളത്തിനും പഞ്ചാബ് പ്രവിശ്യയിലെ ഷോർക്കത്ത് വ്യോമതാവളത്തിനും നേർക്കാണ് ഇന്ത്യൻ വ്യോമസേന ആക്രമണം നടത്തിയത്. പഹൽഗാമിൽ പാക് ഭീകരർ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായാണ് ഇന്ത്യൻ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചത്. പിന്നാലെ നിയന്ത്രണ രേഖ മറികടന്ന് അതിർത്തി ഗ്രാമങ്ങളിൽ പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തി. ഇതോടെ പാക് വ്യോമതാവളങ്ങളിൽ ഇന്ത്യ നിയന്ത്രിത ആക്രമണം നടത്തുകയായിരുന്നു. 26 പേർക്കാണ് പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. വ്യോമതാവളങ്ങൾക്ക് നേരെയുണ്ടായ ഇന്ത്യൻ തിരിച്ചടി പാകിസ്ഥാന് അപ്രതീക്ഷിതമായിരുന്നു. ഇന്ത്യയിൽ കൂടുതൽ ആക്രമണങ്ങൾ നടത്താൻ പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നതിനിടെ മെയ് 6-നും 7-നും നൂർഗാനും ഷോർക്കത്തും ഇന്ത്യ ആക്രമിച്ചു. അപ്രതീക്ഷിതമായിരുന്നു ഇന്ത്യൻ ആക്രമണമെന്നും ദർ വെളിപ്പെടുത്തി. ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ച് 3/4 മണിക്കൂറുകൾ പിന്നിട്ടതോടെ സൗദി രാജകുമാരൻ വിളിച്ച് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി സംസാരിക്കട്ടെ, വെടിനിർത്തൽ ഇന്ത്യ തയ്യാറാണെങ്കിൽ പാകിസ്ഥാന് സമ്മതമാണ് എന്നും ചോദിച്ചു. സമ്മതമാണെന്ന് താൻ മറുപടി നൽകി. ഇക്കാര്യം ജയശങ്കറിനെ അറിയിച്ചതായി പിന്നീട് അദ്ദേഹം തിരിച്ചു വിളിച്ചു പറഞ്ഞു. പാകിസ്ഥാനാണ് വെടിനിർത്തലിനായി ഇന്ത്യയെ സമീപിച്ചതെന്ന വസ്തുത അംഗീകരിക്കാൻ നേരത്തെ പാക് പ്രധാനമന്ത്രിയും സൈനിക നേതാക്കളും തയ്യാറായിരുന്നില്ല. ഇന്ത്യയിൽ പാകിസ്ഥാൻ കനത്ത നാശമുണ്ടാക്കി എന്നായിരുന്നു അവരുടെ അവകാശവാദം. എന്നാൽ ഇത് തെറ്റാണെന്ന് ഉപഗ്രഹ ചിത്രങ്ങളും ആക്രമണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തുവിട്ട് ഇന്ത്യ തെളിയിക്കുകയും ചെയ്തു. എന്നാൽ അടുത്തിടെ റാവൽപിണ്ടി വിമാനത്താവളം ഉൾപ്പെടെ വിവിധ ഇടങ്ങളിൽ ഇന്ത്യ മിസൈൽ ഉപയോഗിച്ച് ആക്രമണം നടത്തിയെന്ന് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തന്നെ വെളിപ്പെടുത്തിയിരുന്നു.